നമസ്കാരം. നമ്മുടെ വീഡിയോയുടെ താഴെ ആളുകൾ ചോദിച്ചു, ഡോക്ടറെ ഈ മരുന്നിൻ്റെ സൈഡ് എഫക്റ്റിനെ കുറിച്ച് പറയാമോ? അപ്പോൾ പലപ്പോഴും ഏത് മരുന്നിനെ കുറിച്ച് പറയുമ്പോഴും നമ്മൾ എപ്പോഴും ഡോക്ടേഴ്സ് നോക്കുന്നത് റിസ്ക് ബെനിഫിറ്റ് റേഷ്യോ ആണ്. ഒരു മരുന്ന് പോലും നമുക്കറിയാം സൈഡ് എഫക്റ്റ് ഇല്ലാത്ത മരുന്നില്ല. അത് ഈ ലോകത്ത് ഉള്ള എല്ലാ മരുന്നുകൾക്കും സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകാം. പക്ഷേ എപ്പോഴും നമ്മളൊരു പേഷ്യൻറ്റിന് കൊടുക്കുമ്പോൾ നമ്മൾ നോക്കുന്നത് എന്താണ്? റിസ്ക് എത്രയാണ്, ബെനിഫിറ്റ് എത്രയാണ്. ഈ ടൊഫാസിറ്റിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ടൊഫാസിറ്റിബ് അല്ലെങ്കിൽ ജാക്ക് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയും. പുതിയ മരുന്നായ ഉപ്പഡാസിറ്റിബ്, പണ്ടുണ്ടായത് ടൊഫാസിറ്റിബ് ഒരു ചേട്ടനായിട്ട് കണക്ക് കൂട്ടാം. ഉപ്പഡാസിറ്റിബിൻ്റെ എഫിക്കസി കുറച്ചുകൂടി കൂടുതലാണ്, അതുകൊണ്ടാണ് ചേട്ടൻ ഞാൻ വിളിച്ചത്. അപ്പോൾ ഈ മരുന്നുകളുടെ സൈഡ് എഫക്റ്റുകളിൽ പ്രിഡോമിനൻ്റ് ആയിട്ട് കണ്ടുവരുന്നത് ഒന്ന്, ചില കൗണ്ട് കുറയാം, WBC കൗണ്ട് കുറയാം. അത് സംഭവിക്കുന്ന ഒരു 3 മുതൽ 4% ആളുകളിലാണ് ഈ WBC കൗണ്ട് കുറയുന്നത്. അത് 100 പേര് കഴിച്ചാൽ 3 പേർക്ക് 4 പേർക്ക് അങ്ങനെ WBC കൗണ്ട് കുറഞ്ഞാൽ നമ്മൾ ഗുളികൾ മാറ്റേണ്ടി വരും, ഡോസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. വേറൊരു 10 മുതൽ 15% ആളുകളിൽ SGPT, SGOT, അതായത് നമ്മുടെ ലിവറിലുണ്ടാകുന്ന എൻസൈംസ് കൂടും. അപ്പോൾ SGOT, SGPT 70-80 രീതിയിലൊക്കെ വരാം. അതനുസരിച്ച് നമ്മൾ ഡോസ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പഴയ രീതിയിലേക്ക് തന്നെ വരും. അത് കൂടുതലായിട്ട് വരുന്നത് ഫാറ്റി ലിവറൊക്കെ ഉള്ളവർക്കോ അല്ലെങ്കിൽ ഫാറ്റി മെത്തോട്രെക്സറ്റും ഈ ഡ്രഗ് കൂടി കഴിക്കുമ്പോൾ ഒരു 10 മുതൽ 15% ആൾക്ക് SGPT കൂടാം. SGPT കൂടിയെന്ന് വിചാരിച്ചിട്ട് പേടിക്കേണ്ട കാര്യമില്ല. ഈ ഡോസ് കൺട്രോൾ മാറ്റിക്കഴിഞ്ഞാൽ അത് കുറഞ്ഞു വരും. അപ്പോൾ ഇത് രണ്ടുമാണ് കോമൺ ആയിട്ട് കണ്ടുവരുന്ന 2 സൈഡ് എഫക്റ്റുകൾ. പിന്നെ ഉണ്ടാകുന്ന വേറൊരു സൈഡ് എഫക്റ്റാണ് കൊളസ്ട്രോൾ കൂടുക. ഇൻഫ്ലമേഷൻ ഉള്ള സമയത്ത് കൊളസ്ട്രോൾ പൊതുവെ കുറവായിരിക്കും, LDLൻ്റെ ലെവൽ കുറവായിരിക്കും. അതേസമയം ഈ ഡ്രഗ്സ് കഴിച്ച് ഇൻഫ്ലമേഷൻ കുറയുമ്പോൾ ചില ആളുകളിൽ ചീത്ത കൊളസ്ട്രോളായ LDL കൂടി വരുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും ഈ ടൊഫാസിറ്റിബോ അല്ലെങ്കിൽ ഉപ്പഡാസിറ്റിബോ കഴിക്കുന്നവർ once in 6 months കൊളസ്ട്രോൾ ചെക്ക് ചെയ്ത് നോക്കണം. ആ കൊളസ്ട്രോൾ കൂടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിന് മരുന്ന് കഴിക്കുകയും വേണം. അല്ലെങ്കിൽ നമ്മൾ ഡയറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണെങ്കിലും കൊളസ്ട്രോൾ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കണം. LDL 100 താഴെ വെക്കുക എന്നുള്ളതാണ് വാതരോഗികൾക്കുള്ള ഇപ്പോഴത്തെ ഒരു റെക്കമെൻഡേഷൻ. 100 താഴെ വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. പിന്നെ കണ്ടുവരുന്ന കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ളത് ഇൻഫെക്ഷൻസ് ആണ്. ഇൻഫെക്ഷൻസ് നമുക്കറിയാം, സാധാരണ ചുമയും പനിയൊക്കെ ബാക്കിയുള്ളവർക്ക് വരുന്നത് പോലെ തന്നെയാണ് നമ്മുടെയൊക്കെ എക്സ്പീരിയൻസ് കണ്ടുവരുന്നത്. പക്ഷേ കൂടുതലായിട്ട് ഈ ഡ്രഗ് എടുക്കുന്നതോട് കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു ഇൻഫെക്ഷനാണ് ഹെർപ്പിസ് സോസ്റ്റർ, വിശർപ്പൻ എന്നൊക്കെ പറയും. ചിക്കൻ പോക്സ് പോലെ നമ്മുടെ ഒരു ശരീരത്തിൻ്റെ ഏരിയയിൽ കൊമളകൾ പോലെ വരും, ചെറിയ കൊമളകൾ പോലെ വരും. കൊമളകൾ പോലെ വന്നിട്ട് വേദന പോലെ വരും. അത് എത്ര പേർക്കാണ് വരുന്നത്? 100-ൽ 2-3 പേർക്ക് കുറേ നാൾ മരുന്ന് കഴിച്ച് കഴിയുമ്പോൾ 100-ൽ 2-3 പേർക്ക് ഹെർപ്പിസ് സോസ്റ്റർ വരാം ഒരു വർഷം. അപ്പോൾ അതെങ്ങനെയുള്ളവർക്കാണ് വരുന്നത്? വിശർപ്പം വരുന്നത്. നേരത്തെ ചിക്കൻ പോക്സ് വന്നവർക്ക് ഈ ഗുളിക കഴിക്കുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറച്ച് കുറയുന്നു. ഇമ്മ്യൂണിറ്റി കുറച്ച് കഴിയുമ്പോൾ അവിടെ ശരീരത്തിൽ കിടന്ന ചിക്കൻ പോക്സിൻ്റെ അണുക്കൾ ആ ഞരമ്പിലൂടെ പുറത്ത് വരുന്നത്. അതാണ് ഈ ഹെർപ്പിസ് സോസ്റ്റർ എന്ന് വിളിക്കുന്നത്. കുറച്ച് പെയിൻഫുൾ ആയിട്ടുള്ള കണ്ടീഷനാണിത്. പക്ഷേ ഇതിന് പ്രിവെൻറ്റ് ചെയ്യാനുള്ള വാക്സിൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ആക്ച്വലി ഇൻ്റർനാഷണൽ റെക്കമെൻഡേഷൻസ് ഒക്കെ പറയുന്നത് ടൊഫാസിറ്റിബ് കഴിക്കുന്നവർക്ക് ഈ വാക്സിൻ എടുക്കുന്നത് വളരെ നല്ലതെന്നാണ്. ഷിംഗിൾസ് എന്നാണ് ഇത്, ഷിംഗിൾസ് വാക്സിനാണ്. ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. പക്ഷേ ഈ വാക്സിൻ നമ്മൾ സാധാരണ കൊടുക്കാത്ത കാരണം കുറച്ച് എക്സ്പെൻസീവ് ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്സിനാണ്. പക്ഷേ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാമെങ്കിൽ 15,000-20,000 രൂപയാകും. രണ്ട് ഡോസാണ്, ഒരു 10,000 രൂപയുടെ ഒരു ഇഞ്ചക്ഷൻ 2 ഡോസായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ആ വാക്സിൻ അഫോർഡ് ചെയ്യാമെങ്കിൽ എടുക്കുന്നത് നല്ലതാണ്. പിന്നെ വേറൊരു സൈഡ് എഫക്റ്റാണ് ട്യൂബർക്ലോസിസ്. അപ്പോൾ ട്യൂബർക്ലോസിസും 100-ൽ ഒരാൾക്കോ 200 പേരിൽ ഒരാൾക്കോ ഒക്കെയാണ് TB വരാനുള്ള റിസ്ക്. അപ്പം TB വരുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ TBയുടെ അണുക്കൾ ശരീരത്തിൽ ഒളിഞ്ഞു കിടപ്പുണ്ടായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ ചിക്കൻ ബോക്സിൻ്റെ അണുക്കൾ ഒളിഞ്ഞു കിടക്കുന്നവർക്കാണ് ഹെർപ്പിസ് വരുന്നത് പറഞ്ഞില്ലേ, അതുപോലെ ഈ TBയുടെ അണുക്കൾ ശരീരത്തിൽ ഒളിഞ്ഞു കിടപ്പുണ്ടായിരിക്കും. അപ്പോൾ ടൊഫാസിറ്റിബ് കഴിച്ച് നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയുമ്പോൾ എന്ത് പറ്റും? TB വെളി വരാൻ സാധ്യത. അതിന് വേണ്ടിയിട്ടാണ് എപ്പോഴും നമ്മൾ ഇത് കഴിക്കുന്നതിന് മുമ്പ് എപ്പോഴും TBയുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കണം. TB ശരീരത്തിൽ ഒളിഞ്ഞു കിടപ്പുണ്ടോ? അത് ക്വാണ്ടിഫ്രോൺ TB എന്നും ഇപ്പോൾ സൈറ്റ് TB എന്ന് പറഞ്ഞൊരു പുതിയ ടെസ്റ്റ് വന്നിട്ടുണ്ട്. അത് കയ്യിൽ ഇഞ്ചക്ഷൻ എടുത്ത് ചെയ്യുന്ന ടെസ്റ്റാണ്. ആ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് അറിയാൻ സാധിക്കും എന്താണ് ഇവർക്ക് TBയുടെ റിസ്ക് ഉണ്ടോ, TB വരാനുള്ള റിസ്ക് എത്രമാത്രം ഉണ്ടെന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഈ 2 ഇൻഫെക്ഷൻ റിസ്ക്. പിന്നെ ആളുകൾ ചോദിക്കുന്നൊരു സാധാരണ ഇപ്പം US-ലൊക്കെ അല്ലെങ്കിൽ നമുക്ക് ഗൂഗിൾ ചെയ്താൽ നമുക്കറിയാൻ പറ്റും, ഹാർട്ട് അറ്റാക്കിൻ്റെ റിസ്ക് കൂടും എന്ന് പറഞ്ഞൊരു ചെറിയ ഒരു പ്രശ്നം ഇതിനുണ്ട്. അപ്പം അതിൽ ആദ്യഘട്ടത്തിൽ, അതായത് ഒരു 5-8 കൊല്ലം മുമ്പ് എപ്പോഴും ഫസ്റ്റ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് ഹാർട്ട് അറ്റാക്കിൻ്റെ റിസ്ക് എത്രയാണ് കൂടുന്നതെന്നുള്ളതാണ്. പലപ്പോഴും നമുക്ക് സ്റ്റഡീസിൽ നിന്നെല്ലാം ഇപ്പോഴത്തെ ഒരു കൺസെൻസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കൂടുതലില്ല. അതായത് 400 പേർക്ക് വരുമ്പോൾ ഒരാൾക്കാണ് ഹാർട്ട് അറ്റാക്കിൻ്റെ റിസ്ക് കൂടുന്നത്. അപ്പോൾ ഒരു വലിയ റിസ്ക് എന്ന് പറയാനില്ല. പക്ഷേ ഹാർട്ട് അറ്റാക്ക് റിസ്ക് കൂടുതലല്ലോ. ആർക്കാണത് കൂടുന്നത്? വളരെയധികം പഠനങ്ങൾ, അത് ലക്ഷക്കണക്കിന് ആൾക്കാരിൽ വലിയ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ നിന്ന് കണ്ടുപിടിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 65 വയസ്സിന് മുകളിലുള്ള പുക വലിക്കുന്ന ആളുകളിലാണ് ഈ ഹാർട്ട് അറ്റാക്കിൻ്റെ റിസ്ക് കൂടുതൽ. അപ്പോൾ യങ്സ്റ്റേഴ്സിന്, അതായത് 40-50 വയസ്സുള്ളവർക്ക് ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ കൊളസ്ട്രോൾ നമ്മൾ ചെക്ക് ചെയ്യണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ടൊഫാസിറ്റിബ് കഴിക്കുമ്പോഴോ ഉപ്പഡാസിറ്റിബ് കഴിക്കുമ്പോഴോ LDL ലെവൽ കൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഗുളിക കഴിച്ചാൽ LDL ലെവൽ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കുള്ള റിസ്ക്, ഹാർട്ട് അറ്റാക്കിൻ്റെ റിസ്ക് വളരെ കുറയും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ട്, നേരത്തെ വന്നിട്ടുണ്ട്, ബൈപ്പാസിൻ്റെ പ്രശ്നം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കിന് മരുന്ന് കഴിക്കുന്നതാണെങ്കിൽ ഒരു പരിധി വരെ ടൊഫാസിറ്റിബ് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ ഒരു വഴിയുമില്ല, ഈ ഗുളിക കഴിച്ചാൽ മാത്രമേ അസുഖം കണ്ടുള്ള ചിലർക്ക് നമ്മൾ കൊടുക്കേണ്ടി വരാറുണ്ട്.
2, നിങ്ങൾക്ക് ചെറുപ്പക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ല. പുകവലി ഉണ്ട്, കംപ്ലീറ്റ് ആയിട്ട് നിർത്തുക. അതാണ് ആദ്യത്തെ കാര്യം. പുകവലി ഉള്ളവർക്ക്, പുകവലിക്കുന്നവർക്കാണ് ഈ റിസ്ക് കൂടുതലെന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ പുകവലി ഉണ്ട്, നിർത്തുക, വെയിറ്റ് കുറയ്ക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൊളസ്ട്രോൾ ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് LDL 100 താഴെ വെച്ച് കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് റിസ്ക് കണ്ടമാനം പേടിക്കേണ്ട കാര്യമില്ല. കോമൺ ആയിട്ട് സൈഡ് എഫക്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, SGPT കൂടുകയും കൗണ്ട് കുറയുകയാണ്. ബാക്കിയുള്ള ഒരു 2 സൈഡ് എഫക്റ്റുകളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് TBയുടെയും ഹെർപ്പിസ് സോസ്റ്റർ, അതായത് വിശർപ്പൻ എന്നൊക്കെ വിളിക്കുന്നത് നമ്മുടെ നാട്ടിൽ വിളിക്കുന്നത്. അതും കുറച്ച് മറ്റേ കൗണ്ട് കുറഞ്ഞൊരു 10 മുതൽ 15% ആൾക്കാർക്ക് വരാം. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ TBയുടെ അസുഖം ഹെർപ്പിസ് സോസ്റ്റർ 100ൽ 2 3 TBയുടെയാണ് അതിൽ കുറവാണ്. 200 പേരിലൊരാൾക്ക് അത് 0.5%ാണ് TBയുടെ റിസ്ക്. പക്ഷേ അത് നമുക്ക് സ്ക്രീൻ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ വാക്സിൻ എടുത്ത് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഹാർട്ട് അറ്റാക്കിൻ്റെ റിസ്ക് ഞാൻ നേരത്തെ പറഞ്ഞു, കൊളസ്ട്രോൾ കൂടുന്നതുകൊണ്ടും പിന്നെ പുകവലിക്കുന്നവർക്കും 65 വയസ്സിന് മുകളിലുള്ളവർക്കുമാണ് അത് കൂടുതലായിട്ട് വരുന്നത്. അങ്ങനെയുള്ളവർക്ക് അപ്പം പുകവലി ഒഴിവാക്കുക, ഒന്നാമത്തെ കാര്യം. 2, നമ്മുടെ LDL കൊളസ്ട്രോൾ 100 താഴെ വെച്ച് കഴിഞ്ഞാൽ റിസ്ക് ഇല്ല. റിസ്ക് ഓൾമോസ്റ്റ് നമുക്ക് നള്ളിഫൈ ചെയ്യാൻ പറ്റുന്ന തന്നെയാണ് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രമാണ്, ഇത് മോണിറ്റർ ചെയ്തുകൊണ്ട് മാത്രമാണ് നമ്മളൊക്കെ ഈ ഡ്രഗ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം ഏത് മരുന്നുകൾക്കാണെങ്കിലും അതിൻ്റേതായ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകാം. പക്ഷേ അത് മോണിറ്റർ ചെയ്തുകൊണ്ട് കറക്റ്റായിട്ട് ഡോക്ടറുടെ ഒരു ഗൈഡൻസോട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും, അസുഖം നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മൾ കെയറിൽ ചെയ്യുന്നൊരു വേറൊരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡ്രഗ്സിൻ്റെ ഡോസ് അനുസരിച്ചിട്ടാണ് സൈഡ് എഫക്റ്റ് വരുന്നത്. അതായത് ഈ ടൊഫാസിനിബിൾ ഡോസ് 5 മില്ലിഗ്രാം മുതൽ 20 മില്ലിഗ്രാം വരെയാണ്. പലപ്പോഴും 20 മില്ലിഗ്രാമിലാണ് ഈ കൂടുതൽ സൈഡ് എഫക്റ്റ് കണ്ടുവരുന്നത്. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്? 10 മില്ലിഗ്രാമേ കൊടുക്കാറുള്ളൂ. 2 കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ 10 എന്നുള്ള 5 മില്ലിഗ്രാം 1.5 അടവൊക്കെ ചെയ്യും. നമ്മൾ വലിയൊരു ഇങ്ങനെ ഡോസ് കുറച്ചുകൊണ്ട് വരാമെന്നുള്ള പഠനം അമേരിക്കൻ ജേർണലായ ആർത്തറിസം റൊമാറ്റിസ്റ്റിൻ്റെ ഒരു 6 മാസം മുമ്പ് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. ഒരു 60% ആളുകൾക്കെങ്കിലും നമുക്ക് ഡോസ് നല്ല രീതിയിൽ കുറച്ചു കൊണ്ടുവരാനും സാധിക്കും. അപ്പം ഡോസ് കുറയ്ക്കുന്നതിലൂടെ, കറക്റ്റായിട്ട് മരുന്നുകൾ വേണ്ടവർക്ക് മാത്രം കൊടുക്കുന്നതിലൂടെ സൈഡ് എഫക്റ്റ് വരാതെ നമുക്ക് മുന്നോട്ട് പോകാനും സാധിക്കും.